നാദാപുരത്ത് മന്ത്രവാദത്തിനിടെ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ച റിപ്പോർട്ടാണ് ഇന്നത്തെ ആദ്യ ക്രൈം റിപ്പോർട്ട്. കോഴിക്കോട് വെള്ളയിൽ സ്വദേശി ഷമീനയാണ് മരിച്ചത്. ശനിയാഴ്ചയായിരുന്നു യുവതിയെ പൊള്ളലേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംഭവത്തിൽ മന്ത്രവാദി നജ്മയെ ഇന്നലെ പോലീസ് പിടികൂടിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് വെള്ളയിൽ സ്വദേശി ഷമീനയെ പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മന്ത്രവാദ ചികിത്സയ്ക്കിടെയായിരുന്നു ഇവർക്ക് പൊള്ളലേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് മന്ത്രവാദി നജ്മയെ നാദാപുരം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഭർത്താവ് മരിച്ച ശേഷം പുനർവിവാഹം പെട്ടെന്ന് നടക്കാനായി ദോഷം മാറ്റുന്നതിന്റെ പേരിലായിരുന്നു മന്ത്രവാദ ചികിത്സ. ഇതിനായി ബന്ധുക്കൾ യുവതിയെ മന്ത്രവാദിയുടെ അടുത്ത് എത്തിക്കുകയായിരുന്നു. മന്ത്രവാദി ചമഞ്ഞെത്തിയ നജ്മ ചികിത്സയ്ക്കായി മണ്ണെണ്ണ വേണം എന്നും ആവശ്യപ്പെട്ടു. മണ്ണെണ്ണ ലഭിക്കാതിരുന്നതിനെ തുടർന്ന് മണ്ണെണ്ണയ്ക്ക് പകരം പെട്രോൾ ഒഴിച്ച് മൺചട്ടിയിൽ കോഴിമുട്ടയും ചേർത്ത് കത്തിക്കുകയായിരുന്നു. അതിനിടെയാണ് അപകടം നടന്നത്. തീ ആളിപ്പടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ഷമീന കഴിഞ്ഞ ദിവസങ്ങളിലായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു. അതിനിടെയാണ് മരണം സംഭവിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് നാദാപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അനധികൃത പണമിടപാട് പിടികൂടാൻ കൊല്ലത്ത് റെയ്ഡ് തുടരുന്നു. ഓപ്പറേഷൻ ഷൈലോക്ക് എന്ന പേരിൽ നടത്തിയ റെയ്ഡിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 75 ലക്ഷത്തോളം രൂപ പിടികൂടി. 30ഓളം കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. റെയ്ഡിനിടെ അന്താരാഷ്ട്ര വിപണിയിൽ 2 കോടി രൂപ വിലമതിക്കുന്ന ഹാഷിഷും പോലീസ് പിടികൂടി. കള്ളപ്പണക്കാരെയും കൊള്ളപ്പലിശക്കാരെയും ലക്ഷ്യമിട്ട് പുലർച്ചെ 5 മണി മുതലാണ് പോലീസ് റെയ്ഡ് ആരംഭിച്ചത്. നേരത്തെ പോലീസ് നിരീക്ഷണത്തിലുണ്ടായിരുന്ന 100 പേരുടെ വീടുകളിലും ഓഫീസുകളിലുമായിരുന്നു റെയ്ഡ്. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 30ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു. തൊടിയൂർ പഞ്ചായത്തിൽ ഒരു വീട്ടിൽ നിന്ന് 8 ലക്ഷം രൂപയും പുതിയകാവ് സ്വദേശി ചിട്ടിരാജുവിന്റെ വീട്ടിൽ നിന്ന് 54 ലക്ഷം രൂപയും പിടികൂടി. സ്വർണ്ണാഭരണങ്ങളും ചെക്കുകളും മറ്റ് രേഖകളും പിടികൂടിയവയിൽ ഉൾപ്പെടും. 3 സബ് ഡിവിഷൻ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ ലിസ്റ്റ് കളക്ട് ചെയ്തിരുന്നു. ആ ലിസ്റ്റ് കളക്ട് ചെയ്ത എല്ലാ വീടുകളും സെർച്ച് ചെയ്യും. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഷലോം നഗറിൽ ഈ വീടും ജോസ് എന്ന ആളിൻ്റെ വീട് സെർച്ച് ചെയ്തത്. റെയ്ഡിനിടെ പള്ളിത്തോട്ടം സ്വദേശി ജോസിന്റെ വീട്ടിൽ നിന്നും അന്താരാഷ്ട്ര മാർക്കറ്റിൽ 2 കോടി രൂപ വിലമതിക്കുന്ന ഹാഷിഷ് പിടികൂടി. ഇയാളുടെ വീട്ടിൽ നിന്ന് പ്രമാണങ്ങളും കണ്ടെടുത്തു. നോട്ട് നിരോധനത്തിന് ശേഷം വീണ്ടും കൊള്ളപ്പലിശക്കാരുടെ ഇടപെടൽ രൂക്ഷമാകുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ഓപ്പറേഷൻ ഷൈലോക്ക് ആരംഭിച്ചത്. 1 മാസം മുമ്പ് ലിസ്റ്റ് റെയ്ഡ് നടത്തിയത്. കൊല്ലം ജില്ലയിൽ മാത്രം 1 കോടിയോളം രൂപയുടെ പണമിടപാട് നടന്നതിന്റെ രേഖകളും പോലീസ് പിടിച്ചെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കള്ളപ്പണക്കാരെ കൊടുക്കാനുള്ള ഓപ്പറേഷൻ ഷൈലോക്കിനിടെയാണ് കൊല്ലത്ത് 2 കോടി രൂപ വില വരുന്ന ഹാഷിഷ് പിടികൂടിയത്. പോലീസ് പരിശോധനയ്ക്കെത്തിയതോടെ മയക്കുമരുന്ന് അടുത്ത വീടിന്റെ ടെറസിലേക്ക് വലിച്ചെറിഞ്ഞെങ്കിലും പോലീസിന്റെ കണ്ണിൽ പെടുകയായിരുന്നു. പിന്നീട് എക്സൈസ് സംഘവുമായി നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് വലിച്ചെറിഞ്ഞത് ഹാഷിഷാണെന്ന് സ്ഥിരീകരിച്ചത്. നാടകീയമായിരുന്നു സംഭവങ്ങൾ. കള്ളപ്പണമുണ്ടെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് പോലീസ് പള്ളിത്തോട്ടത്തെ ജോസിന്റെ വീട്ടിലെത്തുന്നത്. ആ സമയം ജോസ് വീട്ടിലുണ്ടായിരുന്നില്ല. ജോസിനെ മാതാവ് വിളിച്ച് വിവരം പറഞ്ഞു. മയക്കുമരുന്ന് റെയ്ഡിനെത്തിയതാണെന്ന് തെറ്റിദ്ധരിച്ച ജോസ് കവറിൽ സൂക്ഷിച്ചിരുന്ന ഹാഷിഷ് എടുത്ത് പുറത്തു കളയാൻ ആവശ്യപ്പെട്ടു. പോലീസ് പണത്തിനായി പരിശോധന നടത്തുന്നതിനിടെ ജോസിന്റെ മകൻ കവർ അടുത്ത വീട്ടിലെ ടെറസിന് മുകളിലേക്ക് എറിഞ്ഞു. സംശയം തോന്നിയ പോലീസ് നേരെ അടുത്ത വീട്ടിലെത്തി പരിശോധിച്ചു. സംഭവം മയക്കുമരുന്നാണെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് എക്സൈസിനെ വിവരമറിയിച്ചു. എക്സൈസ് സംഘമെത്തി പരിശോധന നടത്തി. സംഭവം ഹാഷിഷാണെന്ന് ഉറപ്പിച്ചു. അന്താരാഷ്ട്ര മാർക്കറ്റിൽ 2 കോടിയോളം വരുന്ന 1.5 കിലോ ഹാഷിഷാണ് പിടികൂടിയത്. ഏകദേശം ഒരു 1.5 കിലോയോളം ഈ ഹാഷിഷ് ഓയിൽ വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ടെസ്റ്റിന് ശേഷം നമുക്കത് കൺഫേം ആയിട്ടുണ്ട് ഹാഷിഷ് ഓയിലാണെന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ഈ ഹാഷിഷ് ഓയിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോൾ ഏകദേശം ഒരു 2 കോടി രൂപ വില വരും. അതായത് $ഡോളറുമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 2 കോടി രൂപ വില വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മത്സ്യക്കച്ചവടക്കാരനായ ജോസിന്റെ രീതികളിൽ പലപ്പോഴും നാട്ടുകാർക്ക് സംശയം തോന്നിയിരുന്നു. ജോലിക്ക് പോകുന്നത് ആരും കണ്ടിട്ടില്ല. എന്നാൽ സ്ഥിരം പരിചയമില്ലാത്ത പലരും ജോസിന്റെ വീട്ടിലെത്താറുണ്ടെന്നും പള്ളിത്തോട്ടം നിവാസികൾ പറഞ്ഞു. അടുത്ത വീട്ടിലുള്ളവർ പറയുന്നത് ഇപ്രകാരമാണ്. അത് അമ്മച്ചി അവിടെ നിന്ന് ഇങ്ങോട്ട് പൊക്കിയിടുന്നു. എന്താ ഞങ്ങൾക്ക് എന്തോ പൊക്കിയിടുന്നു. അത് അമ്മച്ചി എന്താണെന്ന് അറിഞ്ഞൂടെ. അമ്മച്ചി ചെന്ന് നോക്കും. ഞാൻ ചെന്നപ്പോൾ ജോസിന്റെ ഒരു കൊച്ചുമാനും ജോസിന്റെ മോനും ഈ ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞ അവനും അവിടെ നിൽക്കുന്നു. ഞാൻ കേട്ട് ഇവിടെ നിൽക്കുന്നത് എന്തെന്ന് കേട്ടപ്പോൾ ഇവൻ ഈ കവറും കൊണ്ട് ഇങ്ങനെ ഇറങ്ങുന്ന അവൻ ഞങ്ങളുടെ ആ പടിയുടെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് അവൻ ഒറ്റൊരോട്ട. ഇത്രത്തോളം അളവിൽ മയക്കുമരുന്ന് സൂക്ഷിച്ച ജോസിന്റെ ഇടപാടുകളെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
ഷൊർണൂരിൽ നിരോധിച്ച കറൻസി നോട്ടുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. 2,26,000 രൂപയുടെ നോട്ടുകളാണ് കണ്ടെത്തിയത്. കൂനത്തറ ആര്യങ്കാവ് റോഡിനടുത്തുള്ള പാടത്താണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നോട്ടുകൾ കണ്ടത്. പ്ലാസ്റ്റിക് കവറിലാക്കി ഉപേക്ഷിച്ച നിലയിലായിരുന്നു നിരോധിച്ച 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ. സംഭവത്തിൽ ഷൊർണൂർ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കല്ലിയൂർ പഞ്ചായത്തിൽ ദളിത് യുവതിയെ BJP നേതാവ് ഉൾപ്പെട്ട സംഘം ആക്രമിച്ചതായി പരാതി. ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ച ശേഷം പണവും ആക്രമണ ദൃശ്യങ്ങളടങ്ങിയ മൊബൈലും തട്ടിയെടുത്തതായാണ് പരാതി ലഭിച്ചത്. 6-അംഗ സംഘം വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷമാണ് മർദ്ദിച്ചതെന്ന് ആക്രമണത്തിനിരയായ യുവതി പറയുന്നു. യുവതിയുടെ പരാതിയിൽ നേമം പോലീസ് കേസെടുത്തു. ട്യൂഷൻ എടുക്കാനായി പതിവായി പോകുന്ന വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് നേമം വട്ടവിള സ്വദേശിനിയായ യുവതിയെ BJP നേതാവ് ഉൾപ്പെട്ട സംഘം മർദ്ദിച്ചത്. കല്ലൂർ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും BJPയുടെ നേമം നിയോജക മണ്ഡലം സെക്രട്ടറിയുമായ പത്മകുമാറിന്റെ നേതൃത്വത്തിലാണ് ആക്രമണമുണ്ടായതെന്ന് ആക്രമണത്തിനിരയായ യുവതി പറയുന്നു. ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞാണ് യുവതിയെ ട്യൂഷൻ എടുക്കാനായി സ്ഥിരമായി പോകുന്ന വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. തുടർന്ന് അസഭ്യവർഷത്തോടെ ജാതിപ്പേര് പറഞ്ഞു തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ആക്രമണത്തിനിരയായ യുവതി പീപ്പിളിനോട് പറഞ്ഞു. വരണ്ട എന്നെ അടിച്ചിട്ടപ്പോഴത്തേനും ഞാൻ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ കാലിൽ പോയി പറഞ്ഞു, സാറേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എന്നെ വെറുതെ വിടണമെന്ന്. പക്ഷെ അയാൾ കേട്ടില്ല. ഈ ഫോൺ തരാനും എന്നെ ഉപദ്രവിക്കില്ലെന്ന് പറഞ്ഞെങ്കിൽ അവർ വിട്ടേനെ. പക്ഷെ അയാളായിരുന്നു ഇതിന് സപ്പോർട്ട് ചെയ്ത് നിന്ന് കൊടുത്തത്. അയാൾ അവരുടെ പക്ഷത്ത് നിന്ന് ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചതോടെ മൊബൈൽ ഫോൺ ആക്രമി സംഘം പിടിച്ചെടുത്തു. പണവും ATM കാർഡും ഉൾപ്പെടെയുള്ളവ സംഘം പിടിച്ചെടുത്തതായും പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. സംഭവത്തെ തുടർന്ന് അവശനിലയിലായ യുവതിയെ ശാന്തിവിള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് കല്ലൂർ പഞ്ചായത്തിൽ CPIM-ഉം KPMS-ഉം ഹർത്താൽ ആഹ്വാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച സംഭവത്തിൽ മുഖ്യപ്രതി പൾസർ സുനി തമിഴ്നാട്ടിൽ നിന്ന് പോലീസ്. സുനിക്കൊപ്പം കൂട്ടുപ്രതി വിജീഷും തമിഴ്നാട്ടിലുള്ളതായാണ് വിവരം. പോലീസിന് മുന്നിൽ കീഴടങ്ങാമെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് സുനിയുമായി തെറ്റിയതെന്ന് പിടിയിലായ മണികണ്ഠൻ പോലീസിന് മൊഴി നൽകി. സുനിക്കും വിജീഷിനുമായി പോലീസ് തമിഴ്നാട്ടിൽ പരിശോധന ശക്തമാക്കി. നടിയെ ആക്രമിച്ചതിന് ശേഷം പൾസർ സുനിക്കും വിജീഷിനുമൊപ്പം ആദ്യവസാനമുണ്ടായിരുന്ന മണികണ്ഠൻ കോയമ്പത്തൂരിൽ വെച്ചാണ് തെറ്റിപ്പിരിഞ്ഞത്. ഇതിന്റെ കാരണമാണ് മണികണ്ഠൻ പോലീസിനോട് പറഞ്ഞത്. കോയമ്പത്തൂരിൽ വെച്ച് പോലീസിന് മുന്നിൽ കീഴടങ്ങാമെന്ന് മണികണ്ഠൻ സുനിയോട് പറഞ്ഞു. എന്നാൽ പോലീസിൽ കീഴടങ്ങുന്നത് അപകടമാണെന്നും കോടതിയിൽ കീഴടങ്ങുന്നതാണ് നല്ലതെന്നും സുനി പറഞ്ഞു. ഇതിന്റെ പേരിൽ തമ്മിൽ തെറ്റുകയായിരുന്നുവെന്നാണ് മണികണ്ഠൻ മൊഴി നൽകിയത്. കഴിഞ്ഞ ദിവസം സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച സുനിയുടെ സഹോദരിയെ കൊണ്ട് ഫോണിൽ വിളിപ്പിച്ച് പോലീസ് കീഴടങ്ങാൻ നിർദ്ദേശിച്ചു. എന്നാൽ അപകടം മനത്ത സുനി മുങ്ങുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം അത്താണിയിൽ വെച്ച നടിയുടെ വാഹനത്തിൽ ട്രാവലർ ഇടിപ്പിച്ചത് സുനിയാണെന്നും മണികണ്ഠൻ മൊഴി നൽകിയിട്ടുണ്ട്. ആദ്യം കാറിൽ കയറിയത് മണികണ്ഠനാണ്. പാലാരിവട്ടത്ത് വെച്ച് കാറിൽ കയറിയ സുനി നടിയെ ആക്രമിച്ചുവെന്നും മണികണ്ഠൻ മൊഴി നൽകി. കാറിൽ നിന്നിറങ്ങുമ്പോൾ നാളെ കാണണമെന്നും സുനി നടിയോട് പറഞ്ഞിരുന്നു. ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട പ്രമുഖ നടനെ ചോദ്യം ചെയ്തുവെന്ന വാർത്ത പോലീസ് നിഷേധിച്ചു. എന്നാൽ നടി അഭിനയിച്ചുകൊണ്ടിരുന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരിൽ ചിലരിൽ നിന്ന് മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മലയാള സിനിമാ മേഖലയിൽ ശുദ്ധീകരണം അനിവാര്യമെന്ന് ഫിലിം ചേംബർ. സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൊട്ടേഷൻ സംഘങ്ങളെയും ഗുണ്ടകളെയും അമർച്ച ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്ന് ഫിലിം ചേംബർ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ചലച്ചിത്ര താരത്തിനെതിരെയുണ്ടായ അക്രമ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരള ഫിലിം ചേംബർ പ്രമേയം പാസാക്കിയത്. നടിക്കെതിരെയുണ്ടായ അക്രമത്തിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തിയ പ്രമേയം സിനിമാ മേഖലയിൽ ശുദ്ധീകരണം അനിവാര്യമാണെന്നും ഇതിനുള്ള നടപടികൾ ഉടൻ വേണമെന്നും ആവശ്യപ്പെടുന്നു. സിനിമാ മേഖലയിൽ അഴിഞ്ഞാടുന്ന ഗുണ്ടകളെയും കൊട്ടേഷൻ മാഫിയകളെയും അമർച്ച ചെയ്യണം. സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാരും സിനിമാ സംഘടനകളും നടപടിയെടുക്കണമെന്ന ആവശ്യവും പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നു. നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനിക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. സുനി മാത്രമല്ല, ഇത്തരത്തിൽ പലരും കൊട്ടേഷൻ സംഘാംഗങ്ങളാണ്. ഇത്തരക്കാരെ സിനിമാ സംഘടനകളിലേക്ക് അടുപ്പിക്കരുത്. അണിയറ പ്രവർത്തകരുടെ പശ്ചാത്തലം പരിശോധിച്ച് ആവശ്യമെങ്കിൽ പോലീസ് വെരിഫിക്കേഷൻ കൂടി ലഭിച്ച ശേഷമേ അംഗത്വം നൽകാവൂ. നടിയെ ആക്രമിച്ച മുഴുവൻ പ്രതികളെയും ഉടൻ പിടികൂടണമെന്നും മാതൃകാപരമായ ശിക്ഷ നൽകിക്കൊണ്ട് സർക്കാർ സിനിമാ വ്യവസായത്തെ സംരക്ഷിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടിക്കെതിരായ ആക്രമണത്തിൽ പങ്കിലെന്നും ചിലർ തന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നുവെന്നും ദിലീപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പോലീസ് ചോദ്യം ചെയ്തുവെന്ന് പറയുന്ന നടൻ താനല്ല. വാർത്ത നൽകിയവർ നിജസ്ഥിതി വെളിപ്പെടുത്തണം. നിർമ്മാതാക്കളുടെ പുതിയ സംഘടന രൂപീകരിച്ചതിന് ചിലർ ക്രൂശിക്കുന്നുവെന്നും ദിലീപ് ഫേസ്ബുക്കിൽ കുറിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ പിടികൂടാനുള്ള വിജീഷ് തലശ്ശേരിയിലെ RSS കൊട്ടേഷൻ സംഘാംഗമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇക്കാര്യം മറച്ചുവെക്കാനാണ് BJP മറ്റ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇടതു സംഘടനകൾ കൊച്ചിയിൽ സംഘടിപ്പിച്ച ജനകീയ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നടിക്കെതിരായി നടന്ന അതിക്രമം ചിലർ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുകയാണ്.
പിടികൂടാനുള്ള പ്രതികളിലൊരാളായ തലശ്ശേരി സ്വദേശി വിജീഷ് RSS കൊട്ടേഷൻ സംഘത്തിലെ അംഗമാണെന്ന് കോടിയേരി പറഞ്ഞു. ഇത് മറച്ചുവെക്കാനാണ് BJP നേതാക്കൾ മറ്റാരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഈ വിദേശിനെ കുറിച്ച് ഇപ്പൊ ടിവിയിലൊക്കെ അടിച്ചു വരുന്നത് കണ്ടു. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഒരു CPM-കാരനാണ്. അദ്ദേഹം ഒരു കേസിൽ പ്രതിയാണ്. അയാളുടെ അനുജനാണ് ഇയാൾ. അതുകൊണ്ട് CPM-ന്റെ ആളാണെന്ന് പ്രചരിപ്പിക്കുക. ആരാണ് ഈ വിജേഷ്? അയാൾ RSS-ന്റെ കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട ആളാണ്. ഇങ്ങനെയുള്ള ഒരാൾ ഈ കേസിൽ പ്രതിയായപ്പോൾ ഇതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി BJP-ക്കാർ പ്രകടിപ്പിക്കുന്ന അമിതാവേശം അത് ജനങ്ങൾ തിരിച്ചറിയണം. സിദ്ധാർത്ഥ ഭരതനുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത KPSC ലളിത പറഞ്ഞു. തങ്ങളെ ചെളിവാരി എറിയാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്നും അവർ ആരോപിച്ചു. എന്റെ മകനെന്തോ ഇതിലെന്തോ വലിയ എന്തോ സംഭവിച്ചിരിക്കുന്നു, അവൻ എന്തൊക്കെ തെറ്റ് ചെയ്തു, ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളെ ചെളിവാരി എറിയാൻ ഞങ്ങളെ പോലുള്ള ഈ നെറ്റും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളുമാണ് മുന്നോട്ട് വരുന്നതെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? നടൻ ദിലീപിനെ മാധ്യമങ്ങൾ വിചാരണ ചെയ്യുകയാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത സംവിധായകൻ കമൽ ആരോപിച്ചു. ദിലീപ് സത്യത്തിൽ ഒരുപക്ഷെ ഈ നമ്മളെല്ലാവരും പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട കലാകാരിയുമായിട്ട് ചില സിനിമയുടെ പ്രൊഫഷണലായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അത് പലരും തമ്മിലുണ്ടായിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ പേരിൽ കേൾക്കേണ്ടി വന്ന ആരോപണങ്ങൾ വളരെ വേദനാജനകമാണ്. മാധ്യമങ്ങൾ സൂപ്പർ പോലീസ് ആകേണ്ട യാതൊരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. MC ജോസഫൈൻ, P സതീദേവി, P രാജീവ് തുടങ്ങിയ ഒട്ടേറെ പ്രമുഖരും ജനകീയ സദസ്സിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് പരാതി പറഞ്ഞ മലയാളി ജവാന് നേരെ BSFന്റെ പ്രതികാര നടപടി. ആലപ്പുഴ കോമളപുരം സ്വദേശി ഷിബിനാണ് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ പ്രതികാര നടപടികൾക്ക് ഇരയായത്. ഉദ്യോഗസ്ഥരുടെ തട്ടിപ്പുകളിൽ ചോദ്യം ചെയ്ത ജവാനെ ജയിലിൽ അടച്ചു. മകൻ എത്രയും വേഗം തിരിച്ചു വന്നാൽ മതിയെന്ന ആഗ്രഹത്തിൽ കാത്തിരിക്കുകയാണ് ജവാന്റെ മാതാപിതാക്കൾ. ഇന്ത്യയുടെ അതിർത്തി കാക്കുന്ന സൈനികനെയാണ് BSFിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കാക്കുന്ന BSF ജവാന്മാർക്ക് സർക്കാർ നൽകുന്ന കുടിവെള്ളം പോലും ഉദ്യോഗസ്ഥർ മറച്ചു വിൽക്കുന്ന നടപടി ചോദ്യം ചെയ്തതാണ് ജവാന്മാർക്ക് എതിരായുള്ള നടപടിക്ക് കാരണം. ഇതുമൂലം ആലപ്പുഴ കോമളപുരം സ്വദേശി ഷിബിൻ എന്ന ജവാനാണ് BSFിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ പീഡനങ്ങൾക്ക് ഇരയായത്. കഴിഞ്ഞ 2 വർഷത്തിലധികമായി ഇയാൾ ഉന്നത ഉദ്യോഗസ്ഥർ നോട്ടപ്പുള്ളിയാണ്. 14 വർഷമായി ഇന്ത്യയുടെ അതിർത്തി കാക്കുന്ന ഈ ജവാനെ ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്ന് ഗൂഢാലോചന നടത്തി ജയിലിലടച്ചിരിക്കുകയാണെന്ന് മാതാപിതാക്കൾ പറയുന്നു. ഇവരുടെ മുഴുവൻ അക്രമമാണ് സാറേ. കാര്യം BSFിൽ മേലധികാരികൾ സർക്കാരെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ മേലധികാരികൾ ഇത് മുഴുവൻ വെട്ടിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് അടിസ്ഥാനപരമായിട്ട് കിട്ടേണ്ട ഒന്നും കിട്ടുന്നില്ല. ഭക്ഷണം നല്ലത് കൊടുക്കത്തില്ല. ഇപ്പോഴാണെങ്കിൽ കുടിവെള്ളം പോലും പൈസ കൊടുത്ത് വാങ്ങിക്കുമായിരുന്നെന്നാണ് പറഞ്ഞത്. ഇതുവരെയും പോയിട്ട് ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇതുവരെ അവൻ കേട്ടിട്ടില്ല. എപ്പോഴും ഓരോ പ്രശ്നങ്ങളാണ്. അല്ലെങ്കിൽ അവിടുന്ന് മാറ്റുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തെന്ന് പറയുക, അങ്ങനെ എപ്പോഴും ഓരോ പ്രശ്നങ്ങളാണ്. ഇപ്പം കുറച്ച് ദിവസം കൊണ്ടൊരു മനസ്സമാധാനത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പം പിന്നെയും അവർ പിടിച്ചകത്തിട്ടെന്ന് ഇന്നലെ പറയുന്നു. തിരിച്ച് വന്നാലും മതി, ഒരു ജോലി വേണ്ട, ഒന്നും വേണ്ട. BSF 28ാം ബറ്റാലിയൻ അംഗമായ ഷിബിൻ സൈനികന്റെ ഭക്ഷണകാര്യം ചോദ്യം ചെയ്തതിനെ തുടർന്ന് കഴിഞ്ഞ 1 വർഷമായി സസ്പെൻഷനിലായിരുന്നു. പിന്നീട് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകിയതിനെ തുടർന്നാണ് ജവാന വീണ്ടും 48ാം ബറ്റാലിയനിൽ എടുത്തത്. ഇതിനിടെ മകനുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് ജയിലിലടച്ച വിവരം വീട്ടുകാർ അറിയുന്നത്. ജോലി നഷ്ടപ്പെട്ടാലും തന്റെ മകനെ എത്രയും വേഗം തിരിച്ചു കിട്ടണമെന്ന ആഗ്രഹം മാത്രമാണ് ഇപ്പോൾ ഈ മാതാപിതാക്കൾക്ക് ഉള്ളത്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കോഴിക്കോട് മിഠായി തെരുവിൽ വൻ തീപിടുത്തം. മോഡേൺ ടെക്സ്റ്റൈൽസ് ഉൾപ്പെടുന്ന 3 നില കെട്ടിടമാണ് കത്തിയത്. 3 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് തീയണച്ചത്. ആളപായമില്ല ഉണ്ടായിട്ടില്ല. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. പതിനൊന്ന് മണിയോടെയാണ് മിഠായി തെരുവിലെ മോഡേൺ ടെക്സ്റ്റൈൽ എന്ന കടയിൽ നിന്നും തീ ആളിപ്പടർന്നത്. തീപിടുത്തത്തിൽ മോഡേൺ ടെക്സ്റ്റൈൽസ് ഉൾപ്പെടുന്ന 3 നില കെട്ടിടം പൂർണ്ണമായും കത്തിനശിച്ചു. കടയുടെ ഗോഡൌൺ ഉൾപ്പെടുന്നതാണ് ഈ കെട്ടിടം. 5ലധികം ഗ്യാസ് സിലിണ്ടറുകൾ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത് വലിയ ആശങ്ക പരത്തിയെങ്കിലും ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് അത് മാറ്റാൻ കഴിഞ്ഞത്. 15 ഫയർഫോഴ്സ് യൂണിറ്റും ദ്രുതകർമ്മസേനയും നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് തീയണയ്ക്കാൻ സാധിച്ചത്. എയർപോർട്ട് ഫയർ എമർജൻസി യൂണിറ്റും സ്ഥലത്ത് എത്തിയിരുന്നു. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് ആവാമെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ കടകളിൽ ഭക്ഷണമുണ്ടാക്കാൻ വെച്ച ഗ്യാസ് സിലിണ്ടർ ലീക്കായതാണോ അപകട കാരണമെന്നും അന്വേഷിക്കുന്നുണ്ട്. കാരണം
ക്ലിയർ അല്ല, പക്ഷേ ഇലക്ട്രിക്കൽ വയറിങ്ങിൻ്റെ ഷോർട്ടാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ അതിനകത്ത് ഗ്യാസ് കുറ്റി ഉണ്ടായിരുന്നെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും അതിൻ്റെ ഒരു വിശദമായിട്ട് അന്വേഷിക്കണം. അനധികൃതമായ ഗ്യാസുകൾ അതുപോലെ ഉണ്ടെങ്കിൽ അത് വീണ്ടും എല്ലാം ഇൻസ്പെക്ട് ചെയ്ത് നടപടിയെടുക്കണം. 3 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ഒടുവിലാണ് തീയണയ്ക്കാൻ സാധിച്ചത്. നാശനഷ്ടം ഇതുവരെയും വിലയിരുത്തിയിട്ടില്ല. മിഠായി തെരുവിൽ ഇടയ്ക്കിടെയുണ്ടാവുന്ന തീപിടുത്തം വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. 25 ശനിയാഴ്ച മേയർ, ജനപ്രതിനിധികൾ, വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരുടെ യോഗവും കളക്ടർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. മിഠായി തെരുവിന്റെ പഴമ നഷ്ടപ്പെടാതെ ഏത് തരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്തും എന്നതാകും ചർച്ചയിലെ പ്രധാന വിഷയം. 3 മണിക്കൂറിലധികം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് കോഴിക്കോട്ടെ വ്യാപാര കേന്ദ്രമായ മിഠായി തെരുവിൽ പടർന്ന തീ അണയ്ക്കാൻ സാധിച്ചത്. കെട്ടിടത്തിനകത്ത് ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ എടുത്തുമാറ്റാൻ സാധിച്ചതും വലിയ ദുരന്തം ഒഴിവാക്കാൻ ഇടയായി. മേഘമാധവൻ, കോഴിക്കോട്. കോഴിക്കോടിന്റെ പൈതൃക തെരുവായി അറിയപ്പെടുന്ന മിഠായി തെരുവിൽ ഇതിനു മുമ്പും നിരവധി തവണ തീപിടുത്തമുണ്ടായിട്ടുണ്ട്. 2007 പടക്കക്കടയ്ക്ക് തീപിടിച്ചുണ്ടായതാണ് ഏറ്റവും വലിയ ദുരന്തം. മിഠായി തെരുവിന്റെ സുരക്ഷയ്ക്കും നവീകരണത്തിനുമായി നിരവധി പദ്ധതികൾ തയ്യാറാക്കിയിരുന്നെങ്കിലും വ്യാപാരികളും അധികൃതരും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് പലതും എങ്ങുമെത്താതെ പോവുകയായിരുന്നു. ഇടുങ്ങിയ തെരുവിൽ തിങ്ങി നിൽക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ നിറഞ്ഞതാണ് കോഴിക്കോട് മിഠായി തെരുവ്. കെട്ടിടങ്ങൾ പലതും വർഷങ്ങളുടെ പഴക്കമുള്ളത്. കെട്ടിടത്തിലെ ഇലക്ട്രിക് വയറിങ്ങുകളുടെ കാലപ്പഴക്കവും തീപിടുത്തത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. 1996 ഇപ്പോൾ കത്തിയമർന്ന ഇതേ കെട്ടിടത്തിന് തീപിടിച്ചതിനെ തുടർന്ന് നിരവധി കടകൾ കത്തി നശിച്ചിരുന്നു. 2007 നാടിന് നടുക്കിയ ദുരന്തമുണ്ടായത്. മിഠായി തെരുവിൽ പ്രവർത്തിച്ചിരുന്ന പടക്കക്കടയിൽ തീപിടിച്ച് 3 വിദ്യാർത്ഥികളടക്കം 9 പേർ മരിച്ചു. 2010 2015 തീപിടുത്തമുണ്ടായതുൾപ്പെടെ ചെറുതും വലുതുമായ നിരവധി തീപിടുത്തങ്ങൾ ആവർത്തിച്ചു. മിഠായി തെരുവിന്റെ സമഗ്രമായ വികസനത്തിനായി നേരത്തെ കോഴിക്കോട് കോർപ്പറേഷൻ പദ്ധതി തയ്യാറാക്കിയിരുന്നെങ്കിലും വ്യാപാരികളുമായുണ്ടായ തർക്കത്തെ തുടർന്ന് നടക്കാത്ത സാഹചര്യമുണ്ടായി. മിഠായി തെരുവിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പരിശോധന ശക്തമാക്കുമെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ പറഞ്ഞു. ഇവരൊക്കെ കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എന്തായാലും ഈ പ്രോജക്റ്റ് ഇനി നടപ്പാക്കിയേ പറ്റുള്ളൂ, വേറെ വഴിയില്ല. ഇനി ഒരു കാരണവശാലും ഇനി ഇത് മുന്നോട്ടുള്ള ഈ പദ്ധതി നടപ്പാക്കണം. ഇനി ഒരു കടയ്ക്കും തീപിടുത്തം ഉണ്ടാവാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല. എന്തൊക്കെ അതിന് ചെയ്യേണ്ടി വന്നാലും ചെയ്യും. മിഠായി തെരുവിൽ സുരക്ഷയൊരുക്കുന്നതിന് നേരത്തെ ഫയർഫോഴ്സ് തയ്യാറാക്കി നൽകിയ പദ്ധതി സർക്കാരിന്റെ പരിഗണനയിലാണ്. ഫയർ ഹൈഡ്രന്റ് നെറ്റ്വർക്ക് വെക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. മിഠായി തെരുവ് പാളയം കംപ്ലീറ്റ് കവറേജ് 20 പോയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു എസ്റ്റിമേറ്റ് ഒക്കെ എടുത്തു. വാട്ടർ അതോറിറ്റി കൊണ്ട് എസ്റ്റിമേറ്റ് എടുപ്പിച്ചു. കോർപ്പറേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2.5 കോടിയുടെ എസ്റ്റിമേറ്റ് ആണ്. സുരക്ഷ ശക്തമാക്കി അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്ന കാര്യത്തിൽ ജനപ്രതിനിധികൾക്കും വ്യാപാരി സംഘടനാ ഭാരവാഹികൾക്കും മറിച്ചൊരഭിപ്രായമില്ല. ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ സുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. പാഴായിപ്പോകുന്ന ചർച്ചകൾക്കുമപ്പുറം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അധികൃതരും വ്യാപാരികളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. മിഠായി തെരുവിൽ നിന്നും സിജു കണ്ണൻ. അഴീക്കോട് തെയ്യം കെട്ടിയാടുന്നതിനിടയിൽ കലാകാരൻ തെങ്ങിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റു. തെയ്യം കലാകാരൻ സുമേഷിനെ ഗുരുതര പരിക്കുകളോടെ മംഗലാപുരം തേജസ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ദുരന്ത കാഴ്ചയുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് സമാപിക്കുകയാണ്. നമസ്കാരം. വടക്കൻ മലബാറിലെ തെയ്യക്കോലങ്ങളിൽ ഒന്നായ ബപ്പൂരിയൻ തെയ്യത്തിന്റെ ആചാരങ്ങളുടെ ഭാഗമാണ് തെങ്ങിൽ കയറൽ. പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. അഴീക്കോട് മീൻകുന്ന് നെച്ചിരിയൻകാവിൽ ബപ്പൂരിയൻ തെയ്യം കെട്ടിയാടുന്നതിനിടെ തെങ്ങിൽ കയറിയപ്പോഴാണ് അപകടമുണ്ടായത്. തെയ്യം പിടിവിട്ട് താഴെ തീയിൽ വീഴുകയായിരുന്നു. പരിക്കേറ്റ തെയ്യം കലാകാരൻ സുമേഷിനെ ഗുരുതര പരിക്കുകളോടെ മംഗലാപുരം തേജസ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലങ്ങോട്ടുകാവിൽ ഇളംകോലവും പുതിയ ഭഗവതിയും കെട്ടാൻ നിശ്ചയിച്ചിരുന്നയാളാണ് സുമേഷ്. തീയിൽ പ്രവേശം, തെങ്ങുകയറ്റം തുടങ്ങി മലബാറിലെ തെയ്യങ്ങളുടെ ഈ ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരുമ്പോഴും ശരീരമാകെ പൊള്ളലേറ്റും ഉയരങ്ങളിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റും കിടപ്പിലാവുകയും മരണപ്പെടുകയും ചെയ്യുന്ന തെയ്യം കലാകാരന്മാർക്ക് ഇപ്പോഴും യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും സഹായങ്ങളും ഇല്ലെന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.